ഒരുപാട് കംപ്ലൈൻറ്റ് വന്ന വണ്ടിയാണ്. അപ്പം ഈ വണ്ടി ശരിയാകുമോ എന്നായിരുന്നു കസ്റ്റമറുടെ ചോദ്യം. പക്ഷേ നമ്മൾ ഇത്ര വർക്കാണ് ചെയ്തേക്കുന്നത്. ഇത്രയും കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, AC ഫിൽട്ടർ, സ്റ്റിയറിംഗ് റാക്ക് ഓവറോളിംഗ്, ലോവർ ആം പുഷ് കിറ്റ്, ലോവർ ആം ബോൾ ജോയിൻറ്റ്, സ്റ്റെബിലൈസർ ലിങ്ക്, ഇന്നർ ബോൾ ജോയിൻറ്റ്, ടൈറോഡ് എൻഡ്, ഫ്രണ്ട് ഷോക്ക് കിറ്റ് മൗണ്ടിങ്, റിയർ ബ്രേക്ക് പാർട്സ്, പിന്നെ സി മൗണ്ടിങ്. ഇത്രയും വർക്ക് ചെയ്തു. സ്റ്റിയറിംഗ് കാലിബ്രേഷൻ ചെയ്തു. വണ്ടി ഇപ്പോൾ സെറ്റാണ്. ഇതുപോലെ ഏത് വർക്കും, ജീപ്പിൻ്റെ ഏത് വർക്കും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എല്ലാ പാർട്സും അവൈലബിൾ ആണ് കേട്ടോ. ജീപ്പിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്നത് നമ്മളാണ് എന്ന സന്തോഷം നമുക്കുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ കംപ്ലയിൻറ്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻറ്റ്സ് എല്ലാം സോർട്ട് ഔട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഈ വണ്ടി. ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് സ്റ്റിയറിംഗ് കാലിബ്രേഷൻ ഔട്ടായിരുന്നു, പിന്നെ സസ്പെൻഷൻ കംപ്ലീറ്റ് ഔട്ടായിരുന്നു, മൗണ്ടിങ്സ്, എഞ്ചിൻ മൗണ്ടിങ്സ് എല്ലാം കംപ്ലയിൻ്റ് ആയിരുന്നു. ഫുള്ള് കംപ്ലയിൻ്റ് ആയിരുന്നു വണ്ടി. ഇപ്പോൾ വണ്ടി സെറ്റാണ്. ഓതറൈസ് സർവീസ് സെൻറ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീപ്പിനെ സർവീസ് ചെയ്യുന്നത് ഞങ്ങളാണ്. പത്തനംതിട്ടയിൽ റോൾസ് ഓട്ടോമോട്ടീവ്സ്. നിങ്ങൾ ഒരു ജീപ്പ് കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത സ്റ്റിയറിംഗ് റാക്ക് ശരിക്കും റീപ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് റാക്ക് നമ്മൾ ഓവറോൾ ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിയറിംഗ് റാക്ക് റീപ്ലേസ്മെൻറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. റാക്ക് ഓവറോൾ ചെയ്താൽ മതിയായിരുന്നു. ആ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറി. അപ്പോൾ ഇതുപോലെ എന്ത് കംപ്ലയിൻറ്റ്സ്, അത് മാത്രമല്ല എൻ്റെ സസ്പെൻഷൻ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഇത്രയും ലിസ്റ്റാണ്. ഇത്രയും വർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഷോക്ക്